രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു ലൈംഗിക വൈകൃതമുള്ള മാനസിക രോഗിയുടെ രാഷ്ട്രീയ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തിയും കരുത്തും എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലായിരുന്നു. ആ കെ.സി. വേണുഗോപാലിന് ഇനി ഒരു നിമിഷം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. എന്തിനാണ് ഈ കെ.സി. വേണുഗോപാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ ഭയക്കുന്നത്? കെ.സി. വേണുഗോപാലാണ് ഈ കേരളത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത്. ഇത് പരസ്യമായിട്ട് അറിയാവുന്ന എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ഒരു നിമിഷം മുമ്പേ പുറത്താക്കാത്ത പക്ഷം അത് കോൺഗ്രസിനും കേരളത്തിലെ UDF-നും ഉണ്ടാക്കുന്ന ഡാമേജ് നിസാരമല്ല. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കെ.സി. വേണുഗോപാൽ മാത്രം ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, ഒരു പ്രതികരണം നടത്തുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു ലൈംഗിക വൈകൃതമുള്ള മാനസിക രോഗിയുടെ രാഷ്ട്രീയ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കും എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ഇന്നലെ വരെ, അതായത് ഈ നിമിഷം വരെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശക്തിയും കരുത്തും എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാലായിരുന്നു. ആ കെ.സി. വേണുഗോപാലിന് ഇനി ഒരു നിമിഷം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കെ.സി. വേണുഗോപാൽ നിന്നു കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവരുടെ വായിലിരിക്കുന്ന പച്ചത്തെറി പത്രസമ്മേളനത്തിലൂടെ കെ.സി. വേണുഗോപാലിന് കേൾക്കേണ്ട ഗതികേടുണ്ടാവും. അത് നിസ്സാരമല്ലത്. കാരണം എന്തിനാണെന്ന് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പീറച്ചെറുക്കനെ 6-7 വർഷമേ ആയിട്ടുള്ളൂ കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട്. കോൺഗ്രസ് തന്നെ ചാനൽ ചർച്ചകളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കയറി വന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കേരളത്തിലെ മലയാളികൾക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതേമാതിരി ലൈംഗിക വൈകൃതം ഉള്ള ഒരു വൃത്തികെട്ടവനാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് അറിഞ്ഞ ഉടനെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നവനെ പുറത്താക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവണമായിരുന്നു. അതിന് കോൺഗ്രസ് തയ്യാറാവാത്തതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. എന്തിനാണ് ഈ കെ.സി. വേണുഗോപാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ ഭയക്കുന്നത്? കെ.സി. വേണുഗോപാലിന് ഭയക്കാൻ മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ടോ? അത് ഉണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതല്ല എങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ആ ജനറൽ സെക്രട്ടറി എന്തിനാണെന്ന് ഇതുപോലെ കേരളത്തിലെ ഒരു പീറ MLA ഭയപ്പെടുന്നത്? എത്ര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്? എത്ര സംസ്ഥാനത്ത് യൂണിറ്റുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്? എത്ര സംസ്ഥാനത്ത് പ്രതിപക്ഷമായിട്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്? ആ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു MLA ഭയപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെ കൂട്ടുകച്ചവടം ഇവർ തമ്മിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചിരിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ കഴിഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂർ ഉപമുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത, അതായത് നെക്സ്റ്റ് ടു DK എന്ന് പറയാൻ സാധിക്കുന്ന ഒരു MLA-യുടെ തണലിലാണ്. ആ MLA-യും സഹപ്രവർത്തകരും രാഹുലിന്റെ ലൈംഗിക വൈകൃതം തിരിച്ചറിഞ്ഞതോടുകൂടി അവിടുന്ന് ആട്ടിപ്പായിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തോട് പറഞ്ഞിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുപോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ, അവിടെയുള്ള മലയാളി കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടെ ചേർന്ന് ബാംഗ്ലൂരിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടമുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പാലക്കാട് കോയമ്പത്തൂർ ബോർഡറിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട്. ഇവിടെ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയോ കീഴടങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ആയിരിക്കും അയാൾ കീഴടങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ദേഹോപദ്രവത്തെ അദ്ദേഹം ഭയക്കുന്നുണ്ട്. അതുപോലുള്ള വെല്ലുവിളികളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഇതുപോലുള്ളൊരു വ്യാജൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതൊക്കെ മലയാളികളുടെ മനസ്സിൽ കിടക്കുകയല്ലേ. മുകേഷിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുന്നു, അതിനുശേഷം ഉപരോധം നടത്തുന്നു, അതിനുശേഷം അവിടെ പ്രസംഗിക്കുന്ന എന്താണ്? ഇതുപോലൊരു സ്ത്രീ പീഡകൻ ഇവിടെ ഉണ്ടോ? സ്വന്തം കുഞ്ഞിനെ വയറ്റിലുള്ള ഭാര്യയുടെ നടുവിന് ചവിട്ടിയവനല്ലേ ഇവൻ എന്നൊക്കെ സംസാരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരല്പം ഉളുപ്പുണ്ടോ? രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഭ്രൂണഹത്യ മാത്രമാണോ? ഒരു പെൺകുട്ടിയെ മാത്രമാണോ? ഇന്നിപ്പം മറുനാടൻ ഷാജനൊക്കെ പറയുന്നുണ്ട് ലൈംഗിക വൈകൃത രോഗിയാണോ രാഹുൽ മാങ്കൂട്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാജനൻ വീണ്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ആ പെൺകുട്ടി ഇന്നിപ്പോൾ ഡിപ്രഷനിലാണെന്ന്. പല സിനിമാ നടികളും ഇരകളാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരുന്നത് ഇത്രയും ദിവസം വാ പൊട്ടി അല്ലെങ്കിൽ നെഞ്ചു പിളർന്ന് വൈറ്റ്സ് ഓൺ TV പോലുള്ള ആളുകൾ, എത്രയോ ആളുകൾ ഇത് വിളിച്ചു പറഞ്ഞപ്പോഴൊക്കെ ഷാൻ സസ്കറിയെ പോലുള്ള ആളുകൾ എവിടെയായിരുന്നു?
അന്നൊക്കെ അവര് രാജൻ ജോസഫിനെ ഉൾപ്പെടെ പരിഹസിച്ചില്ലേ? നിങ്ങളൊക്കെ ഇടതുപക്ഷ സൈബർ പോരാളികൾ പറയുന്നത് ഏറ്റുവിളിച്ചു പറയുകയാണെന്ന് പറഞ്ഞില്ലേ? അപ്പോഴും സത്യമായി തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞില്ലേ? ഇന്നും നമ്മൾ പറയുന്നു KC വേണുഗോപാലാണ് ഈ കേരളത്തിന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത്. KC വേണുഗോപാൽ പകർന്നു നൽകുന്ന ഒരു ധൈര്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശമുള്ളത്. ഇതെങ്ങനെയാണ് KC വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടം തമ്മിലുള്ള ഇത്ര അടുത്ത ബന്ധം? എന്താണ് അത്? ഷാഫിയിലൂടെ ഉള്ള ബന്ധമാണ്. ഷാഫി എന്താണ് KC വേണുഗോപാലുമായിട്ട് ഇത്ര അടുത്ത ബന്ധം? എന്താണ് അത്? റോബർട്ട് വധേരയുമായിട്ടുള്ള ചില ബിസിനസ് ഡീലിങ്ങുകളാണ്. ഇത് പരസ്യമായിട്ട് അറിയാവുന്ന എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലുണ്ട്. എല്ലാം ലിങ്കായിട്ട് കിടക്കുകയാണ്. ഒരു കാരണവശാലും ഷാഫിയെ വെറുപ്പിക്കാൻ KC വേണുഗോപാലിന് സാധിക്കത്തില്ല. ഷാഫിയെ ഏതെങ്കിലും തരത്തിൽ KC വേണുഗോപാൽ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? വദ്രയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ KC വേണുഗോപാലിന് തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള വലിയൊരു മാഫിയ ഗ്രൂപ്പായി ഈ കോൺഗ്രസിനകത്തെ ചില ആളുകൾ മാറിയിരിക്കുന്നു. ഇനിയെങ്കിലും KC വേണുഗോപാൽ ഭയം വെടിഞ്ഞ് സത്യം തുറന്നു പറയണം. എത്ര വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു പീറച്ചെറുക്കനെ, ആ വാക്കുതന്നെ ആണ് ഉപയോഗിക്കുന്നത്, ഒരു പീറച്ചെറുക്കനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഷാഫി പറമ്പിലിനോടൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തില്. പക്ഷെ ഷാഫി പറമ്പിലൊക്കെ ആരാണ് എന്താണ് എന്ന് നാളെ കേരളം അറിയാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് മുൻപോട്ട് പോകാൻ വേണ്ടി പറ്റുമോ? കേരളത്തിൽ കോൺഗ്രസിന് 2026 2031 36 41 പോലും അധികാരത്തിലെത്താൻ സാധിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ സോഷ്യൽ മീഡിയ വാളികളെ കൊണ്ട് ഇവർ എന്താ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കാമെന്നോ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ എടുത്തിട്ട് പന്താടാമെന്നോ? ഇതൊന്നും നടക്കില്ല. ഇത് കേരളമാണ്. വിദ്യാഭ്യാസമുള്ള ആളുകളുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. കുറച്ച് നാളത്തേക്കൊക്കെ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു നാൾ സത്യം പുറത്തു വരും. അങ്ങനെ ഇന്ന് സത്യം പുറത്തു വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു റേപ്പിസ്റ്റ് ആണ് എന്ന് ഈ കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയും കോൺഗ്രസ് ഇയാളെ സംരക്ഷിക്കേണ്ടതുണ്ടോ? ഇയാളെ പിന്തുണച്ചുകൊണ്ട് മുമ്പ് രംഗത്ത് വന്നിട്ടുള്ള മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ ഇന്നിപ്പോ തിരുത്തി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ശക്തമായ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ രണ്ടാമത്തെ പെൺകുട്ടി KPCC പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പരാതി കൊടുത്ത സമയത്ത് സണ്ണി ജോസഫ് എന്താണ് ചെയ്തിരിക്കുന്നത്? അത് നേരിട്ട് DGPക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു. കർശനമായ നടപടികളിലേക്കാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഒരു നിമിഷം മുമ്പേ പുറത്താക്കാത്ത പക്ഷം അത് കോൺഗ്രസിനും കേരളത്തിലെ UDFനും ഉണ്ടാക്കുന്ന ഡാമേജ് നിസ്സാരമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. രമേശ് ചെന്നിത്തലയും VD സതീശനും ഉമാ തോമസും ഒക്കെ വളരെ ശക്തമായിട്ട് നിന്ന് എന്താ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണ്, അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ ഏത് രീതിയിലാണ് ഇവരുടെ ഈ സോഷ്യൽ മീഡിയ വാളികളെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ചത്? എത്ര ക്രൂരമായിട്ടാണ്. അതേസമയം കഴിഞ്ഞ ദിവസം രാജ്ഭവൻ ഉണ്ണിത്താൻ എന്താണ് പറഞ്ഞത്? ഇനി എനിക്കെതിരെ ഒരക്ഷരം മിണ്ടിയാൽ ഈ ചെറുക്കന്റെ, അതായത് നമ്മൾ കുറച്ചു മുമ്പേ ഉപയോഗിച്ച അതേ പദം, ഈ പീറ ചെറുക്കന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അതെല്ലാം ഞാൻ അങ്ങോട്ട് എടുത്ത് പുറത്തേക്ക് ഇടുമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് നിൽക്കുന്ന അനുയായികളെ, ഫെനി നൈനാൻ, വേറെ ഒരു കക്ഷി കൂടെ ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു ബിഹേവിയർ നോക്കുക, ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുക. ഈ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം ആരാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ സോഷ്യൽ മീഡിയയും ബോട്ടും കൊണ്ട് എത്ര നാൾ ഈ കേരളത്തിലെ ജനങ്ങളെ ഇവർ പറ്റിച്ചു. യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അവസരം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യാജ വോട്ടേഴ്സ് ID കാർഡുകൾ നിർമ്മിച്ചില്ലേ ഇവർ? ഇതിലൊക്കെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നേ. സർക്കാരും ശക്തമായ അന്വേഷണം ഇവർക്കെതിരെ നടത്തുക തന്നെ വേണം. ഇവരെ കയ്യാമം വെക്കുക തന്നെ വേണം. ഒരു മാഫിയ സംഘം കടന്നു വന്നിട്ട് യൂത്ത് കോൺഗ്രസിനെ പോലെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തേക്ക് ഹൈജാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിൽ അത് അംഗീകരിക്കാൻ സാധിക്കും? ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും അതോടൊപ്പം ദൃശ്യ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ റേപ്പിസ്റ്റ് ആണ്. നിങ്ങൾ ഒരു നിമിഷം പോലും കേരളത്തിന്റെ ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ ഭാരവാഹിയായിട്ടോ ഇരിക്കാൻ യോഗ്യനല്ല. നിങ്ങൾ ജയിലറയ്ക്കുള്ളിലേക്ക് പോകണം. കാരണം നിങ്ങൾ ശിക്ഷിക്കപ്പെടണം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു മാനസിക രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം ഇതൊരു രതി വൈകൃതമാണെന്ന്. ഇത് 17 വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അതാരാണ് പറയുന്നത്? മറുനാടൻ സാജൻ സ്കറിയാണ് പറയുന്നത്. സത്യമാണോ അല്ലയോ എന്നുള്ള അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ആ പെൺകുട്ടി ഡിപ്രഷനാണെന്നാണ് പറയുന്നത്. ആ സത്യം അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. സിനിമാ നടിമാരിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് പറയുന്നു. സിനിമാ നടിമാർക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സാജൻ സ്കറിയക്കുണ്ടല്ലോ. ഇത്രയും നാൾ അദ്ദേഹം ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചു മരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം സത്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതിനർത്ഥം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 12 മണി 1 മണിയോടുകൂടി സെഷൻസ് കോടതിയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള
നിലപാട് വ്യക്തമാകും. അതല്ലെങ്കിൽ അതിനുള്ള മേലുള്ള വിധി പറയും. വിധിയല്ല, ജാമ്യമുണ്ടോ ഇല്ലയോ എന്ന് പറയും. ജാമ്യം ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസും അയാളെ പുറത്താക്കും. അതോടൊപ്പം തന്നെ അയാൾ പാലക്കാട് കോയമ്പത്തൂർ ബോർഡറിലുള്ള രാഹുൽ മാങ്കൂട്ടം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ നേരിട്ട് ഹാജരായി സറണ്ടർ ആവുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് എത്താനുള്ള സാധ്യത കുറവാണ്. ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിലെത്തി ഹാജരാവാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. ഏതൊക്കെയായാലും ഇനിയെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനാ നേതാക്കന്മാരെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് കൃത്യമായൊരു സ്ക്രീനിങ് ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള പരാതികൾ താഴെത്തട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി പരിഗണിക്കാനും അതിന് വേണ്ട നടപടി സ്വീകരിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനലുകൾ കേരളത്തിലെ MLA-മാരാവത്തില്ല. മറിച്ച് തങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വീക്ക് പോയിന്റുകളിൽ കയറിപ്പിടിച്ച് അതിന്മേലൊരു ഭീഷണി ഉയർത്തി കഴിഞ്ഞാൽ ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഇവരെയൊക്കെ MLA ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭാരവാഹികളാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോലുള്ളൊരു പ്രസ്ഥാനത്തിന് ഇതുപോലുള്ള തലവേദന ഇനിയും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏതൊക്കെയായാലും ഇന്നേ ദിവസം ഒരു 2 മണിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പോലീസ് വലയിൽ കുടുങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്.